ആദ്യമേ നമ്മുടെ അഖിലിനെ പരിചയപ്പെടാം. അഖിൽ എന്താണ് അഖിൽ വിശേഷങ്ങൾ? വിശേഷം സുഖമായിട്ട് വന്നു. മിമിക്രി പഠിക്കുന്നുള്ള ആഗ്രഹമായിട്ട് വന്നു. ആദ്യമായിട്ട് അഖിൽ ഏതാണ് പഠിക്കേണ്ടത് പറയും? ഈ കൊച്ചുപ്രേമന്റെ സൗണ്ട് കേൾക്കാൻ ഭയങ്കര ആഗ്രഹം. കൊച്ചുപ്രേമന്റെ എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യം ചെയ്യാവുന്നതാണ് നമുക്ക്. അതായത് ഒരു ഡയലോഗ് താല്പര്യമില്ലാതെ പറഞ്ഞാൽ കൊച്ചുപ്രേമന്റെ പോലെയാവും. അതായത് പക്ഷേ പറ്റിയോട്ടില്ല ഏർപ്പാട് ഇത്ര ശരിയായില്ല. പക്ഷേ മച്ചമ്പി അങ്ങനെ താല്പര്യമില്ലാതെ നമ്മളൊരു ഡയലോഗ് പറഞ്ഞാൽ താല്പര്യമില്ലാതെ പറഞ്ഞാൽ കൊച്ചുപ്രേമന്റെ ഒന്ന് ചെയ്ത് നോക്കും. മച്ചമ്പി പാട്ടിയുണ്ട് തൊഴിലെന്ന് പറയുന്ന ഒരു വലിയ കുട്ടിയുണ്ട്. ശ്രീനിവാസൻ വിജയ എന്ന് പറഞ്ഞാലും വളരെ എളുപ്പമുള്ള കാര്യമാണ്. അദ്ദേഹത്തിന്റെ നടപ്പ് അതുപോലെ തന്നെ ഒരു ചാട്ടം അതെല്ലാം നമ്മൾ ശ്രദ്ധിക്കണം. ആദ്യം ശ്രീനിവാസൻ ചെയ്യുമ്പോൾ ഒരു ചാട്ടം നമ്മുടെ ഇല്ല. മധുവും വളരെ നമുക്ക് പഠിക്കാവുന്ന ഒരു സംഭവം തന്നെയാണ്. അതേ മധുവിന്റെ പഠിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ നടപ്പുണ്ട്, എക്സ്പ്രഷൻ ഇതെല്ലാം ക്ലിയർ ആയിട്ട് വായിച്ചു തന്നു. എടാ യാദവ, നിനക്ക് കല്യാണി അമ്മയുടെ മകൾ രാജലക്ഷ്മിയുമായി എഞ്ചാടാ പഞ്ചം വേണമെന്നും മണ്ണാൻ കട്ടിയെന്നൊക്കെ പറഞ്ഞ് ഒടുവിൽ എല്ലാം കഴിഞ്ഞപ്പോൾ നിനക്ക് ഇവിടെ വേണ്ട കല്യാണ പൊട്ടി കിടന്നു പോടാതിന് മുമ്പിന്ന് വളരെ എളുപ്പമായി പഠിക്കാവുന്ന ഒരു സംഭവം. അടുത്ത നിനക്ക് 500 കഴിഞ്ഞ മാസം ഞാൻ പറഞ്ഞായിരുന്നു. 500 സൗണ്ട് മഴക്കണമെന്ന് എന്തൊക്കെയാണ് ഞാൻ മഴക്കണത് ഇവിടെ പറയാം. എന്റെ ശിലോൺ കോഴി ഈ വീട്ടുമുറ്റത്ത് കിടന്ന് പെട്ടഞ്ഞ് പരിശീലനം മഴക്കണോട്ടോ ഞാൻ മഴക്കണമെന്ന് എന്തുകൊണ്ട് രാമഭദ്രൻ എന്തുകൊണ്ട് മറ്റു 2 തരം കോഴിയെ വിടുന്നില്ല? ഇവിടെ ഒന്നും കിട്ടിയില്ല, എന്റെ കുത്തക്കുട്ടി പോയി. ആരാ വിളക്ക് വെക്കുക, ആരാ പുറക്ക് തീ വെക്കുക, കുത്തക്കുട്ടി പോയി. അടുത്ത ജോസ് പ്രകാശിന്റെ ചെയ്ത് ഓർമ്മയുണ്ടോ? ചെയ്യാൻ പറ്റുമോ? പേര് അല്ലെങ്കിൽ ജനാർദ്ദന്റെ 2 വെറൈറ്റി ഒക്കെ ചെയ്യുന്നു പറഞ്ഞു കേട്ടു. മദ്യപിച്ച് 2 രീതിയിൽ ചെയ്യാം. ഒന്ന് മദ്യപിച്ചിട്ടുള്ള ജനാർദ്ദന്റെ ഒരു ശബ്ദം, അതുപോലെ മദ്യപിക്കാതെ വരുന്ന ആ 2 രീതിയിൽ ചെയ്യാൻ പറ്റും. ആദ്യം മദ്യപിച്ചിട്ട് വരുന്ന എങ്ങനെയാണെന്ന് നോക്കാം. ഈ തങ്കപ്പൻ ആരാന്നാ വിചാരിച്ച് ഓശി തിയേറ്റേഴ്സിന്റെ പ്രധാന നടനും നായകനൊക്കെയാ. ജനാർദ്ദൻ മദ്യപിക്കാതെ വരുന്ന ഒരു ശബ്ദമുണ്ട്. അതേകദേശം സിമ്പിളായിട്ട് കുറച്ച് ഹാർഡായിട്ട് പറയാം ഇതേ ശബ്ദം തന്നെ. ഓ എടാ എന്തോ എന്റെ കാലല്ല അവന്റെ കാലത്തല്ലടാ ഓ അങ്ങനെ അത് ചെയ്യാം. അടുത്തത് നമ്മള് ഭീമൻ രഘുവിനെ കഴിഞ്ഞ പറഞ്ഞത് അതെങ്ങനെ ചെയ്യാൻ പറ്റും? ഓട്ടം മൈതാനം വരെ ഇട്ട് ഓടിച്ചതാ പാടിന മോനെ. തീർച്ചയായിട്ടും ഉണ്ട്. നമുക്ക് വെറൈറ്റി ജാനകിയുടെ ശബ്ദമുണ്ട്, വെറൈറ്റി ആയിട്ടുള്ളത്. ജാനകി പാടുന്ന ഒരു പാട്ട് നമുക്ക് കേട്ടോ. സിമ്പിളല്ലേ, നിനക്ക് പശുവിന്റെ ശബ്ദം അറിയാൻ വേണ്ടി നോക്കാം. ഒന്ന് ശ്രമിച്ചു നോക്കി. അങ്ങോട്ട് അതിന്റെ 3ാമത്തെ ഘട്ടം ഞങ്ങൾ പിടിക്കും. സിമ്പിൾ ആയിരുന്നു ഈ മിമിക്രി. അടുത്ത ഇത് ചേട്ടാ ഈ
വടകരക്കാരൻ താജുദ്ദീന്റെ സൗണ്ട് ഉണ്ട്. എനിക്ക് വലിയ ഉറപ്പൊന്നുമില്ല. നെഞ്ചിനുള്ളിൽ നീയാണ്, കണ്ണിൻ മുന്ന് നീയാണ്, കണ്ണടച്ച ഈ അനിയന്റെ ശബ്ദം ചേട്ടൻ വെറൈറ്റി ആയിട്ട് രണ്ടാളും കൂടി ചേർന്നുള്ളത് പാറപ്പുറത്തൊരു ചിരട്ട ഇറക്കുന്ന ശബ്ദമായിരിക്കും. അതുകൊണ്ട് കേട്ടാ പൊട്ടെന്ന് ഞെട്ടിപ്പറ്റും. അടുത്തത് പ്രകാശ് രാജ അതിന്റെ പേടിപ്പിക്കാൻ പഠിപ്പിക്കുന്നുണ്ട്. ശിവാജി തൃപ്പൂണിത്തറയുടെ ഒരു ശബ്ദം മംഗലശ്ശേരിക്കാരെന്ന് പറഞ്ഞാ എല്ലാവരും അറിയാം. 10-15 ആളുകളും അതിലൊക്കെ ആനയുള്ളത് അവിടെ. പിന്നെ പട്ടിക്കും മനുഷ്യനൊക്കെ ഒരു പ്ലേറ്റിൽ ആരമുള്ളത്. ഈ സത്യന്റെ പഠിച്ചു ഓർമ്മയുണ്ടോ? മൂകാംബിക കുട്ടികളുടെ ഭജനത്തിൽ പോയി ഞാൻ ഭക്ഷണം നോക്കുമ്പോൾ മൊത്തം നിറയെ കുട്ടികൾ മമ്മൂട്ടിയുടെ ഒരു ശബ്ദമാണ് വളരെ വെറൈറ്റി ആയിട്ടുള്ള. മമ്മൂട്ടി ഇംഗ്ലീഷ് ഡയലോഗ് പറയുമ്പോൾ സിനിമയിൽ ഇംഗ്ലീഷ് ഡയലോഗ് പറയുമ്പോൾ സ്റ്റീൽ പാത്രത്തിനകത്ത് അടിപൊളി ഒരു ശബ്ദം വരുന്നത്. അതേ രീതിയിൽ നമ്മുടെ മമ്മൂട്ടി സിനിമയിലെ ഡയലോഗ് പറയുന്നത്. പക്ഷെ നമുക്ക് ഇംഗ്ലീഷ് വളരെയൊന്നും അറിയാത്ത പോലെ, മമ്മൂട്ടി അത്രയും നമുക്ക് ഇംഗ്ലീഷ് അറിയില്ലല്ലോ. അതുകൊണ്ട് അതുപോലെ ഒരു ഡയലോഗ്